മോളെ സുമിയേ. ഓ എന്താ വാപ്പ? ഒരു ഉപ്പയ്ക്ക് വല്ലാണ്ട് വിശക്കുണ്ട്, എന്തെങ്കിലും കഴിക്കാണ്ടെങ്കിലും എടുക്കി. വെള്ളയപ്പം ചിക്കൻ കറി എടുക്കട്ടെ? കട്ടിയുള്ളൊന്നും കഴിക്കരുതെന്ന് ഉപ്പാനോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്നുള്ള എനിക്ക് അറിഞ്ഞൂടെ? സൈഡ് കഴിച്ചാ മതിയെന്നേ. സൈഡ് കഴിച്ചാ മതി വെള്ളയപ്പത്ത്. അല്ല ആളാ, എന്നാ പിന്നെ ഇന്നലത്തെ പഴങ്കഞ്ഞി എടുത്തിട്ട് വാ. അത് വേണ്ട, ഷുഗറാ. ഉപ്പൊക്കെ ഷുഗർ ഉള്ളതല്ലേ? ഞാൻ നെയ്ച്ചോറെങ്കിലും തരുവാ. കൊളസ്ട്രോൾ ആണ് ഉപ്പ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ലേശം ഉപ്പിട്ട് കഞ്ഞിവെള്ളെങ്കിലും താ. ഉപ്പാ എന്താണ് മോളെ? അത് ഉപ്പാണ്, പ്രഷർ അല്ലേ? അതല്ല ഞാൻ പറഞ്ഞ, ഇതൊന്നും കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഈ ലേശം വിഷമെങ്കിലും എനിക്ക് കലക്കി തരുമോ? അതെ, ബഷീറിന്റെ കല്യാണം കഴിയുമ്പോ തരാം വിഷം. ആ മിക്കവാറും എനിക്ക് വിഷം കലക്കി തരുന്ന എനിക്ക് തോന്നുന്നുണ്ട്. ഈ പോയിട്ട് എന്തെങ്കിലും ഒന്നും കൊണ്ടാ. ഞാൻ അവലെടുത്തോണ്ട് വരാവേ. എന്ത് അവലെടുത്തോണ്ട് ആ, അതൊരു നല്ല കാര്യ. ഈ അവില് എന്ന് പറയുന്ന സാധനത്തില് ലേശം തേങ്ങയൊക്കെ ഇട്ട് ശർക്കരയൊക്കെ ഇട്ട് അതിങ്ങനെ കുഴച്ച് 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 തിന്നു കഴിഞ്ഞാല് കുറച്ചു നേരത്തേക്ക് വിശപ്പം നമ്മൾ അങ്ങോട്ട് അറിയൂലല്ലോ. ഇതെന്താ അവില് എന്ന് പറഞ്ഞിട്ട്? അവൽ 25 ഗുളികയാ? ഉപ്പൊക്കെ ചൊറിച്ചില്ലല്ലേ? അത് ശരി, എന്റെ ചൊറിച്ചിൽ മാറ്റാൻ വേണ്ടി ഗുളിക കൊണ്ടുവന്നത് ഈ ഇത് എനിക്കല്ല തരണ്ട്. എന്റെ കെട്ടിയോണ്ടല്ലോ ഒരു സിനിമാ പ്രാന്തം കൊണ്ട് നടക്കണേ, ഓന് കൊണ്ട് കൊടുക്ക്. അല്ല കല്യാണത്തിന് ഓൻ വരും അങ്ങോട്ട്. ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ സിനിമയായിട്ട് ഓനിങ്ങനെ നടക്കണ എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എടീ, സിനിമ നമുക്ക് ഹറാമാണ്. ടിവിയിൽ സിനിമ കാണുന്നതിന് കുഴപ്പമില്ല, ഈ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്നതിനാണ് നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. മനസ്സിലായോ? ഇതുവരെ തിയേറ്ററിൽ പോയിട്ടേ ഇല്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരൊറ്റ പ്രാവശ്യം തിയേറ്ററിൽ പോയിട്ടുള്ളൂ. അത് ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മളെ മറ്റേ അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിട്ട്. അല്ലാന്ന് അല്ല, എന്റെ അനിയല്ലേ ഇവിടെ? ബഷീർ ഇവിടെ ഉണ്ട്. വിളിക്കി. ബഷീറേ, ഉപ്പ് വിളിക്കണ്ടടാ. ആ, ഇവിടെ ഉണ്ടേനോ? അല്ലടാ, ഇങ്ങനെ നടന്നിട്ട് കാര്യമുണ്ടോ? അല്ല, ഈ അടുത്ത വെള്ളിയാഴ്ച എന്താ പരിപാടി? അടുത്ത വെള്ളിയാഴ്ച അർജന്റീന ബ്രസീൽ ഫൈനൽ. അപ്പൊ എന്റെ കല്യാണം മാറ്റി വെക്കണം. അല്ല, എന്റെ കല്യാണം. അപ്പൊ എന്റെ കല്യാണത്തിന്റെ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് അർജന്റീനന്റെ ബ്രസീലിന്റെ കളി എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ടല്ലേ? എടാ, വണ്ടി ഏൽപ്പിച്ചാ പോകാനും വരാനൊക്കെ ഉള്ളേ. വണ്ടി ഞാൻ ഏൽപ്പിച്ചല്ലോ. ആ, ഉപ്പാക്ക് സുറുമിക്ക് പോവാ ഇന്നോവ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഉസ്താദ് ടീമിന് പോകാനുള്ള വണ്ടി അത് വേറെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വരുന്നില്ലേ? ഞാൻ അങ്ങനെയല്ലല്ലോ വരുന്നേ. ഞാൻ വണ്ടിയിലല്ല. പിന്നെ ഞാനിങ്ങനെ എന്താ കുതിരപ്പുറത്ത്. ആര്? ഞാൻ കുതിരപ്പുറത്താ. പെണ്ണിന്റെ വീട്ടിലേക്ക് കുതിരപ്പുറത്തോ? എന്റെ പൊന്നാര ബഷീറെ, അവിടെയുള്ള ആൾക്കാർ മുഴുവൻ പറയില്ലേ എന്ത് ഒരു കഴുതി അതാ കുതിരപ്പുറത്ത് കയറി വരുന്ന? ഈ വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കണോ? നോക്കി, ഞാനൊരു കാര്യം പറയാം. വീഡിയോ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, അതിനെങ്കിലും നിങ്ങൾ സമ്മതിക്കണം. അതൊക്കെ ഈ എന്തെങ്കിലും ആക്കി വിട്. എന്തായാലും സേവ് ദ ഡേറ്റ് നിങ്ങൾ സമ്മതിച്ചില്ല. അതൊന്നും ഇപ്പൊ ചിന്തിക്കേണ്ട കാര്യമല്ല, അത് അന്നത്തെ ദിവസം ചിന്തിച്ചാ മതി. ആ ഡേറ്റിന്റെ അന്ന്, കല്യാണത്തിന്റെ ഡേറ്റിന്റെ അന്ന് ഷേവ് ചെയ്താ പോരെ? അതല്ലേ ഈ പറയണേ? നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ തീരെ അപ്ഡേറ്റ് അല്ല. ഇതിൽ നല്ല കുവൈറ്റ് അവറാങ്കേ നിന്റെ വാപ്പയാവണം നല്ലത്. എനിക്കിപ്പൊ നമ്മളെ തീരെ അങ്ങോട്ട് പറ്റണില്ല അല്ലേ? അല്ലാന്ന്. ആ, കോളിംഗ് ബെൽ അടിക്കണ്ടല്ലോ, ആരോ വരുന്നുണ്ട്. ഈ ഒന്ന് പോയി നോക്ക്. കല്യാണം നടക്കാൻ പോണ വീടാണ്, പല ജാതി ടീമുകൾ വരൂ, എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോകും. ശ്രദ്ധിച്ചോണ്ട്. ഇതാരാത്? ഇയാളെ ഞാൻ കഴിഞ്ഞ ആഴ്ച കുപ്പിയും പാട്ടിയും പെറുക്കാൻ വന്നാള്. ആ, ഇവനൊന്നല്ലട, വേറെ ഏതോ ചങ്ങായി. അത് മനസ്സിലായില്ല. മനസ്സിലായില്ലെന്നോ? ആരാണിത് ഒരു പ്രാന്തം കളിയേറ്റ് എടുക്കുന്നത്? ഉപ്പ, നിങ്ങളെ മോളെ കെട്ടിയവനാണ് മൻസൂർ. ഇതിപ്പോ എവിടുന്നാ വരുന്നത്? അല്ല മൻസൂറെ, അനക്കൊരു മനുഷ്യക്കോലത്തിലൊക്കെ നടന്നൂടോ? എന്തെന്നാ ഇത് താടി മുടിയൊക്കെ നീട്ടിട്ട് ഒരുമാതിരി പ്രാന്തം കോലത്തില്? ഞാൻ സിനിമയുടെ ലൊക്കേഷൻ നേരെ ഇങ്ങോട്ട് വരികയല്ലേ. എന്റെ ഈ സിനിമാ പ്രാന്ത് ഇതുവരെ മാറിയില്ല അല്ലേ? അയ്യോ, 15 ദിവസമല്ലേ ഷൂട്ട്. ലൊക്കേഷനത്തിന്റെ ക്യാരക്ടർ കേറിയിട്ടെങ്കിലും ഇറങ്ങിയിട്ടില്ല, എന്നും ഇറങ്ങി പോയിട്ടില്ല ഞാൻ. ഇത് സൂപ്പർ അല്ലേ? ഇത് സൂപ്പർ അല്ല, ഇതൊരു കാഫറാ. അല്ല, എത്ര കാലായി പോയിട്ട്. അളിയന്റെ കല്യാണത്തിന് ലീവ് എടുത്തിട്ട് ഞാൻ വന്നതാ ഷൂട്ടിങ്ങിന്റെ സമയത്ത്. തിരിച്ച് കല്യാണം കഴിയും അപ്പൊ ക്യാരക്ടർ ഇറക്കുന്നില്ല. അല്ല, അളിയന്റെ ക്യാരക്ടർ എന്താ? അതിന്റെ ക്യാരക്ടർ എനിക്ക് മനസ്സിലായില്ല. ഓ, അപ്പൊ ജീവിതത്തിൽ തന്നെ അടർത്തിയെടുത്ത ഒരു കഥാപാത്രമാണ്. കേട്ടാ. അല്ല അളിയാ, ഈ പടത്തിന്റെ പേരെന്താ? പടത്തിന്റെ സൂപ്പർ പേരല്ലേ, നീ ഞെട്ടുന്ന പേരല്ലേ ഇത്? എന്താ അത്? പശ. അത് ഒട്ടുന്നതല്ലേ? ഈ പ്രൊഡ്യൂസർക്ക് പോസ്റ്റർ ഒട്ടിച്ചാന്റെ പശന്റെ പൈസയെങ്കിലും കിട്ടുമോ? നെഗറ്റീവ് അതന്നെ ഞാൻ ഈ വീട്ടിലേക്ക് വരാതെ നെഗറ്റീവ് ഇങ്ങനെ അടുപ്പിക്കല്ലേ അളിയാ. നിങ്ങൾ ഇവിടേക്ക് ഞാൻ പോയി താക്കോൽ എടുത്തിട്ട് വരാം. അല്ല, പെങ്ങളെ വിളിച്ചിട്ട് വരാം. എങ്ങനെയുണ്ട്? സൂപ്പർ ലുക്ക് അല്ലേ? ഇതെന്തുപോലെ ഭ്രാന്തനെ പോലെ. മനസ്സിലായില്ലേ? അത് തന്നെ എന്റെ സീന്, അത് തന്നെ എന്റെ റോള്. ഒരാളിയന്റെ കല്യാണത്തിന് വന്ന കോലോണൊക്കെ ഇത്. എന്റെ കല്യാണം പറഞ്ഞാൽ എനിക്ക് വേഷം മാറി വരാൻ പറ്റുമോ? ഇത് കണ്ടിന്യൂറ്റി അല്ലേ? ഇവിടെ എല്ലാരും വരുമ്പോ എന്നെ കളിയാക്കും. വേഗം മുടി
തടിയൊക്കെ പഠിച്ച് നല്ല വൃത്തിയായിട്ട് വന്നേ. നീ അറിയാ ഇത് കല്യാണം കഴിഞ്ഞ ഉടനെ എനിക്ക് ഷൂട്ടിങ്ങിന്റെ ബാക്കി ചെയ്യേണ്ടതാ. ഉവ്വ. ആ ക്യാരക്ടർ ഇറങ്ങി പോയിട്ടില്ല. ഇപ്പൊ തന്നെ എന്റെ അടുക്ക് ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ ഇവിടെ നിക്കാൻ പറ്റില്ല. ഉപ്പേ ബഷീറൊക്കെ എന്നെ ചീത്ത വിളിക്കും. ആ ഞാൻ മുടി വെട്ടുന്ന പ്രശ്നമില്ല. അതോ നീ വിചാരിക്കണ്ട മുടി വെട്ടൂല ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാകുക. അശ്ശേ, എന്തൊരു അതെ കഷ്ടമാണ്. നിനക്കറിയോ ഈ ഇപ്രാവശ്യത്തെ സംസ്ഥാന അവാർഡ് ആർക്കാന്നറിയോ? ആർക്കാ? മോഹൻ. മോഹൻലാലിന? അല്ലാന്ന് ഭ്രാന്തൻ മോഹനൻ എന്റെ ക്യാരക്ടറാ. അത് പടം ഇറങ്ങിയാലല്ലേ ഉള്ളൂ. ഞാൻ ഈ വീട്ടിലേക്ക് വരാതെ അക്കാ, ഒന്ന് വേഗം പോയിട്ട് വൃത്തിമേനയായിട്ട് വാങ്ങിക്കോളെ. ഉപ്പ ഉപ്പ ഇങ്ങ വന്നേ. ബഷീറേ, ആ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. എന്താണ്? ദേ, പോലും കണ്ട അതെന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്. നാളെ മറ്റന്നാള് ഇവിടേക്ക് ബന്ധുക്കളും വിരുന്നുകാരൊക്കെ വന്നു തുടങ്ങും. ആ. അതിന്റെ ഇടയിൽ കൂടെ ഇവൻ ഇങ്ങനെ ഈ അപസ്മാരളകിയമായിട്ട് നടന്നു കഴിഞ്ഞാല് ആ. നമ്മളെ തറവാടിന് തന്നെ ഒരു ചീത്തപ്പേരാവും. എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ. ഒരു കാര്യം ചെയ്യാം. ആ. എന്റെ ഒരു കമ്പനിക്കാരുണ്ട്, ഓനെ വിളിക്കാം. ആരാത്? അബു, മലപ്പുറം അബു, കൊട്ടേഷനാ. എടാ, ഇവനെ കൊല്ലാനല്ല, മുടി വെട്ടാനാണ്. എന്തായാലും ഓൻ പൈസ കിട്ടി എന്ത് പണിയും ചെയ്യുന്നു. ഉറപ്പാ? ഉറപ്പാ. ആ പിന്നെ ഓനോട് വരാൻ പറയും. ഞാൻ ഒന്ന് നിങ്ങൾ വിളിച്ചോളാം. എന്താന്ന് വെച്ചാ ചെയ്യ്. എന്ത് പറയാനാണ്? ഓക്കേ അല്ലേ? ഓക്കെ. ഇയാളെ മുടിയാണോ വെട്ടേണ്ടത്? ഇതിന്റെ വാപ്പയാണെന്ന് കണ്ട പറയില്ലല്ലോ. എന്നാ പിന്നെ നെറ്റിമിൽ എഴുതി ഒട്ടിക്കാൻ പറ എന്റെ വാപ്പയാന്ന്. പിന്നെ ആരതാ മുടി വെട്ടേണ്ടത്? എന്റെ അളിയന്റത് എത്ര പ്രാവശ്യം പറഞ്ഞു. ഈ അലിയൻ എവിടെയാ ഉള്ളത്? അളിയൻ ഇവിടെ ഉണ്ട്, എവിടെ? വീട്ടിന്റെ അകത്തുണ്ട്. നിങ്ങൾ ആദ്യം വാപ്പനെ പോയി പരിചയപ്പെടും. മൂപ്പര പൈസ തരേണ്ട ആള്. ഐ ആം മലപ്പുറം അബു. ആ, ഓൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു അലമ്പ് ചങ്ങായി വരാനുണ്ട് എന്നുള്ളത്. ഞാൻ- കാര്യങ്ങളൊക്കെ ഓൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ ഞാൻ വന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ് മുടി വെട്ടേണ്ടത്? കത്രിക കൊണ്ട് വെട്ടണോ, കത്തി കൊണ്ട് വെട്ടണോ, മഴ കൊണ്ട് വെട്ടണോ? നമ്മള് മരം വെട്ടണ കാര്യമല്ലല്ലോ, മുടി വെട്ടണ കാര്യല്ലേ പറയുന്നത്. കത്രിക കൊണ്ട് വെട്ടിയാ മതി ചങ്ങായി. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ആ, മലപ്പുറം കത്രിക കൊണ്ട് തന്നെ വെട്ടാം. മലപ്പുറം കത്രിക അങ്ങനെ ഒരു സാധനം ഉണ്ടോ? മലപ്പുറത്ത് വാങ്ങിയതായിരിക്കും. ആ, അതായിരിക്കും അല്ലേ? ഇതാണ് ആ സാധനം. ആ, ഇത് ഏറ്റവും കൂടുതൽ സ്പീഡിൽ വെട്ടാൻ പറ്റുന്ന ഒരു കത്രികയാണത്. കാര്യങ്ങൾ സ്പീഡായിക്കോട്ടെ, മനസ്സിലായല്ലോ. ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ശീലം ഉണ്ടാവുമല്ലോ. ഉച്ചക്ക് ചോർന്ന് കിടന്നുറങ്ങും. നല്ല സിറ്റുവേഷൻ. ഒരു ദിവസം എത്ര മണിക്കൂർ കിടന്നുറങ്ങും? അതിപ്പോ ചോറാണ് തിന്നണമെങ്കിൽ 1 മണിക്കൂർ ഉറങ്ങും, ബിരിയാണി ആണെങ്കിൽ ഒരു 3 മണിക്കൂർ വരെയൊക്കെ ഉറങ്ങും അല്ലേ? അപ്പൊ ഇന്ന് കഴിച്ച ഫുഡ് എന്താണ്? ഇന്ന് ബിരിയാണി അല്ലേടാ? ബിരിയാണി അയച്ചു. ആ, ഇന്ന് ബിരിയാണിയാണ്. ആ. അപ്പൊ 3 മണിക്കൂർ അദ്ദേഹം കിടന്നുറങ്ങും. ഉറങ്ങും. എനിക്ക് വെറും 5 മിനിറ്റ് മതി. 5 മിനിറ്റ് മതി. ഞാൻ ധരിച്ചിരിക്കും. ആണോ? ആ. ആ, എന്നാലേ അപ്പൊ നല്ല സമയവും ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്നുണ്ടാവും. അതല്ലേ? അതേക്ക് പോയിക്കോ. ഓക്കെ. ആ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഈ പെട്ടി നോക്കിക്കോളാം ആ, കേട്ടോ. പെട്ടിയൊക്കെ കടന്നോട്ടെ. ആള് മിടുക്കനാണെന്ന് തോന്നുന്നുണ്ടല്ലേ? ഞാനൊരാളെ കൊണ്ടുവരുമ്പോ മോശമാക്കൂലല്ലോ അപ്പൊ അപ്പൊ. മുടി വെട്ടി വന്നതിന് ശേഷം ആ. എന്റെ ഈ താടിയൊക്കെ ഒന്ന് കറുപ്പിക്കാൻ പറയണം. നിങ്ങൾ വെറുപ്പിക്കരുത്. ഈ അബുവിനെ കുറിച്ച് നിങ്ങൾ എന്താണ് വിചാരിച്ചത്? ഏ? കണ്ടില്ലേ? കഴിഞ്ഞോ? ഇതാ മുടി. ഇത്ര പെട്ടെന്ന് വെട്ടിക്കഴിഞ്ഞാ? ഞാനതല്ലേ. അന്ന സമ്മതിച്ചെന്തെങ്കിലും പറയാൻ. പിന്നെ വേറൊരു കാര്യമുണ്ട്. അവൻ ഉറങ്ങിക്കിടക്കുമ്പോഴല്ലേ മുടി വെട്ടിയത്. അതെ. ഉറങ്ങി എണീക്കുമ്പോ ഈ മുടി വെട്ടിയ കാര്യം അവൻ അറിയൂലേ. ആഹാ. അപ്പം പിന്നെ ഭയങ്കര പ്രശ്നമാവും. പെട്ടെന്ന് ഇവന്റെ പൈസ കൊടുത്ത് പിന്നെ എന്റെ പൈസ ഒഴിവാക്കാം. തരൂ. അപ്പൊ ഓക്കെ, പൈസ തരും. ഉപ്പ ഏ? ഉപ്പ ആ. മുടി വെട്ടി. മുടി വെട്ടിയാ നല്ല കാര്യല്ലേ. ഇപ്പൊ ഒരു മനുഷ്യക്കോലത്തിലായില്ല എന്റെ കെട്ടിയോ. ആ മഞ്ചക്കോലത്തിലായി. ഇത് ആരെ മുടിയാണോ വെട്ടിട്ട് വന്നത്? എന്ത് കോപ്പിലെ പരിപാടിയാണോ കാണിക്കുന്നത്? ഇവിടെ മുടി എന്നോട് വെട്ടാൻ പറഞ്ഞത്? ഓന്റെ മുടിയല്ലേ വെട്ടാൻ പറഞ്ഞത്? ചെറിയൊരു അബദ്ധം പറ്റി. എന്ത് ചെറിയൊരു അബദ്ധം? ഇതാ ചെറിയൊരു അബദ്ധം. ആ കുട്ടിയുടെ മോന്ത നോക്കണേ. ഈ റൂം മാറിപ്പോയതാ. ഞാൻ ഈ കോലത്തിൽ എങ്ങനെയാണ് എന്റെ കഹന് വന്നത്? പക്ഷെ ഇപ്പൊ ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ട്. ശരിക്കും ഇതാണ് ഇപ്പത്തെ ട്രെൻഡ്. മഞ്ചുണ്ടാ? ആ, ഇത് മതി. ഇത് നല്ല മഞ്ചായിക്കണ്. ആണോ? ആ, ഇത് മതിയാ? രസമുണ്ട്. എന്തെല്ലോ ഒരു കോലമാണല്ലോ. സൂപ്പർ അല്ലേ? സൂപ്പറായി. അത് മതി. അതെങ്കിലും അത്. എല്ലാവർക്കും ഇപ്പൊ കുടുംബക്കാർക്കൊക്കെ എങ്ങനെ ആക്കി ഒരു കളാം. കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴും നമ്മൾ പ്രധാനപ്പെട്ട കാര്യം നടന്നിട്ടില്ല. അബുബായ്, ആ. നിങ്ങൾ എന്താണ് ഇത്? പെങ്ങളെ തലമുടി വെട്ടാനല്ല നിങ്ങളെ കൊണ്ടുവന്ന് അളിയന്റെ. എന്തെങ്കിലും ശീലമുണ്ടോ വേറെ? ഓന്റെ ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ. ഇപ്പൊ ഈ ഭക്ഷണം കഴിച്ച് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാല് ആ. ഓൻ ഇവിടെ വന്നിട്ട് ചില കസർത്തൊക്കെ കാണിക്കും. കസർത്തോ? ആ, അതായത് മൂപ്പരിപ്പോ സിനിമാക്കാരനായതിനു ശേഷം കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് യോഗ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. നല്ല സിറ്റുവേഷൻ. ഈ യോഗ എന്ന് പറയുമ്പോൾ അദ്ദേഹം യോഗ ചെയ്യുന്ന സമയത്ത് കണ്ണടക്കം. ആ, കണ്ണടക്കൂലേ? ആ, കണ്ണടക്കും. കണ്ണടക്കലുണ്ട്. ഈ കണ്ണടക്കുന്ന സമയത്ത് ഞാൻ മുടി മൊത്തം വെട്ടി തീർക്കും. ഉറപ്പല്ലേ? ഉറപ്പ്. ആ കണ്ണടക്കുന്ന സമയത്ത് ഓന്റെ മുടി ഈ വെട്ടിയില്ലെങ്കിൽ അവന്റെ കണ്ണടപ്പം ഞാനൊന്നാണ് തരൂല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഉറപ്പ് തീർക്കും. ഉറപ്പല്ലേ? ആ. ഓക്കെ, വെട്ടിയിരിക്കും. ആയിക്കോട്ടെ. എന്നാലേ ഇങ്ങോട്ട് മാറി, ഇങ്ങോട്ട് മാറി. ഇത് എന്റെ കമ്പനിക്കാരനാ, കല്യാണമായിട്ട് വന്നതാ. കുട്ടൂസിനെ പോലെ ഉണ്ടല്ലോ.
നേരത്തെ ഇങ്ങ് വന്നു നേരത്തെ കല്യാണം കൂടാൻ വേണ്ടി നേരത്തെ വന്ന ആളിയാ. ഈ പായും തലാനൊക്കെ എടുത്തിട്ട് സ്ഥലം വിടുക. അല്ല ഏ. ഞാൻ യോഗ ചെയ്യാം. ഓ, എന്താ എന്റെ പദ്ധതി? എന്താ എന്റെ പദ്ധതി? നേരത്തെ മാതിരി ഒക്കെ കൊളാക്കരുത് നിങ്ങള്. ഒരു കാര്യം ചെയ്യാം. ആ യോഗ ചെയ്യാൻ പോവല്ലേ? അതെ 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 അതെ. ഒരു ഐഡിയ ഉണ്ട്. എന്താ അത്? ഈ കണ്ണാടി ഈ കണ്ണാടി എടുത്തു കത്രിക ഞാൻ എന്ത് പണിയെടുത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് അദ്ദേഹം കണ്ണ് തുറക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് കണ്ണടക്കുന്നുണ്ടോ നോക്കും. കണ്ണടച്ച് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ഞാൻ മുടി പൊട്ടിരിക്കും. ഏയ് അപ്പൊ അങ്ങോട്ട് പോകുമ്പോ അവൻ കാണൂലേ? കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്താ വിളിക്കും, ഈ കണ്ണാടി വെച്ചുകൊണ്ട് ഞാൻ എന്റെ മീശ വിട്ടുന്ന പോലെ ആയിട്ട് അഭിനയിക്കും. സൗണ്ട് ആക്കല്ലേ? ഞാൻ ബ്രീത്ത് എടുക്കുന്ന. ആ മിക്കവാറും റീത്ത് വെക്കേണ്ടി വരും. കൃത്യമായിരിക്കണം. ആ ഓൻ ഉച്ചക്കത്തെ ബിരിയാണിന്റെ ചിക്കൻ കാല് മതിയായില്ല എന്ന് തോന്നുന്നു. സ്വന്തം കാലതാ കടിച്ചു പറിക്കാൻ നോക്കണ പഹേ. ഇതൊക്കെ യോഗയാണ്. നമ്മൾ ഇതൊക്കെ കാണേണ്ടി വരുന്ന നമ്മളെ ഒരു യോഗ ആണല്ലോ. ചെല്ലിട്ടോ ഇപ്രാവശ്യമെങ്കിലും കറക്റ്റ് ആക്കണേ. ചെല്ലി ഇതെന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഞാൻ മുറിച്ചു തരൂലേ? അയ്യോ എന്റെ ഗുണ്ടാലുക്ക് പോയേ, എന്റെ ഗുണ്ടാലുക്ക് പോയി. എന്റെ പ്രൊഫഷൻ എന്ത് ചെയ്യും? എന്റെ 2-3 വർക്കുള്ളതാ. ഞാൻ എങ്ങനെ എന്റെ ജോലി മുന്നോട്ട് കൊണ്ടുപോകും? എന്താണ് ഇത്? അറിയാനല്ല, ഞാനല്ലല്ലോ. എന്റെ പ്രൊഫഷൻ കളഞ്ഞ അളിയൻ എന്നെ ഞാൻ കൊണ്ട നാളേക്ക് തല്ലടാ. എന്ത് തല്ലാണ് ഈ തല്ലുന്നത്? ഛേ, ഈ മുടിഞ്ഞോന്റെ മുടി കാരണോ എന്റെ തറവാട് മുടിഞ്ഞു പോയല്ലോ എന്റെ പടച്ചോനെ.